അബദ്ധവശാൽ വിരല് മുറിച്ചു. വിരലുകൾ ടിന്നിലടച്ച മീനിലിട്ടു. അസംബ്ലിയുടെ വേഗത വളരെ വേഗത്തിലായിരുന്നു. ആ മനുഷ്യന് തന്റെ വിരലുകൾ ഉള്ളിടത്ത് പോരാടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഫോർമാൻ അവനെ ജോലി നിർത്താൻ അനുവദിച്ചില്ല. അസംബ്ലിയുടെ വേഗത വർദ്ധിപ്പിക്കുക പോലും ചെയ്തു. നുണ പറയുക, ആ മനുഷ്യന് ജോലി തുടരാൻ മാത്രമേ കഴിയൂ. താമസിയാതെ ക്യാനുകൾ പെട്ടികളിൽ പാക്ക് ചെയ്തു. ട്രക്ക് ക്യാനുകൾ സൂപ്പർമാർക്കറ്റിലേക്ക് എത്തിച്ചു. അലമാരകളിൽ ധാരാളം ക്യാനുകൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ പരിശോധിക്കാൻ ഒരു ക്യാൻ എടുത്തു. പക്ഷേ അവൻ വിരലുകൾ കണ്ടെത്തിയില്ല. വീട്ടിലേക്ക് ക്യാനുകൾ വാങ്ങാനും പിന്നീട് അവ ഓരോന്നായി തുറക്കാനും മാത്രമേ അദ്ദേഹത്തിന് കഴിയൂ. വീട്ടിൽ കാനുകളുടെ കൂമ്പാരമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവന്റെ വിരലുകൾ കണ്ടെത്തിയില്ല. അവൻ വളരെ ദുഃഖിതനായിരുന്നു. യാദൃശ്ചികമായി കൺവീനിയൻസ് സ്റ്റോറിൽ ഒരു വൈബ്രേറ്റിംഗ് ക്യാൻ ആ മനുഷ്യൻ കണ്ടു. അയാൾക്ക് ആശയക്കുഴപ്പം തോന്നി. ക്യാൻ വാങ്ങി. തീർച്ചയായും ആ പാത്രത്തിൽ ഒരു വിരലുണ്ടായിരുന്നു. അവൻ ഉടൻ തന്നെ വിരൽ സ്ഥാപിച്ചു. പക്ഷേ ആ മനുഷ്യന് അസ്വസ്ഥത തോന്നി. കാരണം അത് അവന്റെ വിരലായിരുന്നില്ല. ആ മനുഷ്യൻ ചുറ്റും നോക്കി. ഒരു സഹപ്രവർത്തകൻ വിരൽ ഉപയോഗിച്ച് മേശയിൽ സ്പർശിക്കുന്നത് അദ്ദേഹം കണ്ടു. മൂക്ക് എടുക്കാൻ വിരൽ ഉപയോഗിക്കാൻ പോലും അദ്ദേഹം ആഗ്രഹിച്ചു. ആ മനുഷ്യൻ നിലവിളിച്ചു. തന്റെ സഹപ്രവർത്തകനെ വിരൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അവസാനം അവർ തരുക്കിച്ചു. അവൻ വിജയകരമായി തന്റെ വിരൽ പിൻവലിച്ചു. മറ്റേ വിരൽ തന്റെ സഹപ്രവർത്തകന് തിരികെ നൽകി.